സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കി FC ബാഴ്സലോണ. ഫൈനലിൽ ബദ്ധവൈരികളായ റയൽ മാഡ്രിഡിനെ തകർത്തുകൊണ്ടാണ് ബാഴ്സലോണ കിരീടത്തിൽ മുത്തമിട്ടത്. ഇന്ന് ജിദ്ദയിൽ നടന്ന എൽ ക്ലാസിക്കോ ഫൈനലിൽ 2-നെതിരെ 5 ഗോളുകൾക്കായിരുന്നു ബാഴ്സലോണയുടെ വിജയം. മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ച് ബാഴ്സ കളി തുടങ്ങിയെങ്കിലും ആദ്യ ലീഡ് എടുത്തത് റയൽ മാഡ്രിഡ് ആയിരുന്നു. 5-ാം മിനിറ്റിൽ ഒരു കൗണ്ടർ അറ്റാക്കിൽ എംബാപ്പയുടെ സോളോ ഗോൾ റയലിന് ലീഡ് നൽകി. എംബാപ്പയുടെ ആദ്യ എൽ ക്ലാസിക്കോ ഗോൾ. എന്നാൽ 22-ാം മിനിറ്റിൽ ലെവയുടെ അസിസ്റ്റിൽ ലാമിൻ യമാലിന്റെ മികച്ച ഫിനിഷിംഗ് ബാഴ്സലോണയെ മത്സരത്തിൽ ഒപ്പമെത്തിച്ചു. ഇതിനുശേഷം ബാഴ്സ റയലിനെ നിലത്ത് നിർത്തിയില്ല. 36-ാം മിനിറ്റിൽ ഗാവിയെ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് ലെവൻഡോസ്കി ബാഴ്സലോണയ്ക്ക് ലീഡ് നൽകി. 3 മിനിറ്റിനുള്ളിൽ ബാഴ്സലോണ ലീഡ് വർദ്ധിപ്പിച്ചു. കൂണ്ടയുടെ ഇഞ്ച് പെർഫെക്റ്റ് ലോങ് ക്രോസ് തകർപ്പൻ ഹെഡറിലൂടെ റഫീഞ്ഞ വലയിലെത്തിച്ചു. ആദ്യ പകുതി അവസാനിക്കും മുമ്പ് റഫീഞ്ഞയുടെ അസിസ്റ്റിൽ ബാൽഡെ കൂടെ ലക്ഷ്യം കണ്ടതോടെ ബാഴ്സലോണ 4-1 മുന്നിൽ. രണ്ടാം പകുതിയിൽ തിരിച്ചടിക്കിറങ്ങിയ റയലിനെ വലച്ചുകൊണ്ട് 48-ാം മിനിറ്റിൽ റഫീഞ്ഞയുടെ 2-ാം ഗോൾ ബാഴ്സലോണയുടെ മത്സരത്തിലെ 5-ാം ഗോളായി മാറി. എന്നാൽ 57-ാം മിനിറ്റിൽ എംബാപ്പയെ ഫൗൾ ചെയ്തതിന് ബാഴ്സ കീപ്പർ ഷെസ്നി ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയി. ഈ ഫൗളിൽ ലഭിച്ച ഫ്രീ കിക്ക് വലയിലെത്തിച്ച് റോഡ്രിഗോ സ്കോർ 2-5 എന്നാക്കി. ഇത് റയലിന് നേരിയ പ്രതീക്ഷ നൽകിയെങ്കിലും ഈ ഗോളിന് ശേഷം 10 പേരുമായി കരുതലോട് കളിച്ച ബാഴ്സലോണ റയലിന് ഒരവസരവും നൽകാതെ വിജയവും കിരീടവും ഉറപ്പിച്ചു. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 52% ബോൾ പൊസിഷൻ ബാഴ്സലോണയ്ക്കായിരുന്നു. 14 ഷോട്ടുകളാണ് ബാഴ്സലോണ ആകെ തൊടുത്തത്. 8 ഷോട്ട് ഓൺ ടാർഗറ്റ്. 433 പാസുകൾ 86% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. റയൽ മാഡ്രിഡ് 19 ഷോട്ടുകൾ തൊടുത്തപ്പോൾ 6 ഓൺ ടാർഗറ്റിലുണ്ടായിരുന്നത്. 404 പാസുകൾ 85% കൃത്യതയോടെ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി. റയൽ മാഡ്രിഡ് മത്സരത്തിലാകെ 14 ഫൗളുകൾ ചെയ്തപ്പോൾ ബാഴ്സലോണ 13 ഫൗളുകൾ ചെയ്തു. റയലിന് 5-ഉം ബാഴ്സയ്ക്ക് 4 മഞ്ഞ കാർഡുകൾ വീതം മത്സരത്തിൽ ലഭിച്ചു. ബാഴ്സലോണയുടെ 15-ാം സൂപ്പർ കപ്പ് കിരീടമാണിത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.